ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിത് രാവിലെ എന്നത്തെയും പോലെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ജലദോഷം, തീരെ ഒട്ടും വയ്യ, ഒരു സുഖമില്ല. അപ്പോൾ മഴ അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തൂളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം കാണുന്ന അറിയില്ല, നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയുടെ കാരണം കൊണ്ടാണോ എനിക്ക് ഈ ജലദോഷം പിടിപെട്ടത് എനിക്കറിയില്ല. നെസ്റ്റോലൊക്കെ പോയിട്ടും തുമ്മലായിരുന്നു. എനിക്ക് തുമ്മുമ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ല അത്. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എന്തോ ടെൻഷൻ പോലെയാണ്. അപ്പോൾ അയ്യോ, അങ്ങനെ ഞാൻ എന്തായാലും പണികൾ നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാനിത് എന്ത് പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല, നോക്കി നോക്കാം. ശിവന് വേണ്ടിയിട്ട് ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊന്നും ഇല്ല. ഞാനവിടെ സാമവേദം പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യപ്പൻ്റെ കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ. പിന്നെ ഇവിടെയൊക്കെ ഹോളിലൊക്കെ വൃത്തിയാക്കാനുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുണ്ടാവും, ആകെ വൃത്തികേടായിട്ട് കിടക്കണം. വൃത്തിയാക്കണ്ട്. നമ്മുടെ പട്ടിക്കുട്ടൻ അവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വാട്ടർ ബോട്ടിലൊക്കെ മറന്നു വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ മിസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ശിവന് ഇന്ന് വിജിയുടെ വാട്ടർ ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തയക്കാം എന്നാണ് വിചാരിക്കണത് ഇന്ന്. അപ്പോൾ തലേദിവസം തന്നെ കഴുകിയൊക്കെ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ ഒന്ന് ഫുഡൊക്കെ ആക്കി കൊടുക്കണം. എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ നോക്കാം. ഞാനൊരു പ്ലാനിങ്ങും ഇല്ല, നോക്കാം. അത് ശിവന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒക്കെ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ട് അത് ഞാൻ രാത്രിയെ തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ട്, പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ കുക്കറിൽ വിസിലടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് കോണാണ് കേട്ടോ. ശിവന് സ്വീറ്റ് കോണും പിന്നെ ഇന്നലെ ഞാൻ വിചാരിച്ചു സ്വീറ്റ് കോണും ചപ്പാത്തിയും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൊടുത്തേക്കാന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇന്നും ചെയ്യാൻ പോണത്. പക്ഷേ ഇന്നത്തേക്ക് ഇനി വേറെ എന്തെങ്കിലും ഇങ്ങനെ പ്ലാനിങ്ങിൽ വരികയാണെങ്കിൽ മാറ്റും, അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അത് തന്നെയാണ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി മാറിപ്പോയി, നമുക്ക് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉണ്ണികളെ സ്കൂളിൽ വിടുന്ന ടൈമായ കാരണം വെയിൽ വരുമ്പോഴാണ് നല്ലത്. മഴ പെയ്യുമ്പോൾ ഈ എളുപ്പമല്ല, അവർക്ക് നടക്കാനായാലും ഒക്കെ എളുപ്പമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുട പിടിച്ചിട്ട് ഈ ബാഗൊക്കെ പിടിച്ച് ഇപ്പോൾ ഒരു വണ്ടിയിലാണല്ലോ പോകണം, എളുപ്പമല്ല. അപ്പോൾ അതേ വെയിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെനിക്കും കുട്ടൂനും കുടിക്കണം. ഞങ്ങൾ പാതിയാണ് കേട്ടോ കുടിക്കുക. അതേ കട്ടൻ ചായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവുവിന് കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഇനി ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഇങ്ങനെ ഇവിടെ ചൂടാറാൻ വയ്ക്കും കേട്ടോ. പിന്നെ ശിവനായാലും കുട്ടൂനായാലും ചായ നല്ലോണം ആറണം. അപ്പോൾ അത് കാരണം കൊണ്ട് ചായ ഇവിടെയാണ് ചൂടാറാൻ വയ്ക്കും, ഫാനിട്ട് വയ്ക്കും. ഞാൻ സാധാരണ ഇവിടെ ഈ ജനല തുറന്നിടലുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പേടി, പാമ്പെങ്ങാനും വരുമെന്നൊരു പേടി. അത് കാരണം കൊണ്ട് വരില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ലൊരു പേടി. പക്ഷേ ജനല തുറന്നിട്ട ഒരു രസമാണ്, എന്തായാലും തുറക്കാം. കണ്ട അവിടെ നിന്ന് വെയിലടിക്കണുണ്ടോ. ഞാനിങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് പോകാനുള്ള ടൈമാവും കേട്ടോ ഗൈസ്. എനിക്കാണെങ്കിൽ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു രസമാണ്. കണ്ട നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ കാണുമ്പോൾ? കണ്ട ഇതൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ മെല്ലെ എൻ്റെ പണികൾ നീക്കൽ. ഇനിയിപ്പോൾ ഇങ്ങനെ നീക്കിയാൽ ശരിയാവില്ല, കാരണം ശിവന് സ്കൂളിലേക്കൊക്കെ വിട്ടു തുടങ്ങിയില്ലേ. അപ്പോൾ ഗൈസ് ഇതേ ശിവ് കൊണ്ടുവച്ചതാണ് കേട്ടോ എൻ്റെ ഹാൻഡ് ബാഗ് അവിടെ. എന്തായാലും അടുത്ത പണികൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളിത് സ്വീറ്റ് കോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കാര്യങ്ങൾ നോക്കാം. ചപ്പാത്തി ഇത് ഇങ്ങനെ കുട്ടി ചപ്പാത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അവൾക്ക് കഴിക്കാനും എളുപ്പമാവും, പിന്നെ അവൾക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഇങ്ങനെ ചപ്പാത്തികളാക്കിയിട്ടാണ് ഉണ്ടാക്കണത്. കണ്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ കുറേ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കഴിക്കലുണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ചാക്കിയിട്ടേ കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇന്നലെ ഇഡ്ഡലി പോലും ഒരു ചെറിയ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ആ ചെറിയ ഇഡ്ഡലി 3 ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 3 അവൾ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഐഡിയയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണതുകൊണ്ടുള്ള ഓക്കെ, കുഴപ്പമില്ലാണ്ട് അവളെല്ലാം കഴിച്ചിട്ട് വരുന്നുണ്ട്. സമാധാനം അത് കാരണം. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? എന്താ പറയേ? എപ്പോൾ ദേഷ്യപ്പെട്ടു? അമ്മ എൻ്റെ മോളെ സുഖമായിട്ടാണല്ലോ മുറക്കിയത്. അമ്മ ദേഷ്യപ്പെട്ടിട്ടും കൂടി ഇല്ലേ, വെറുതെ ഓരോന്നാണ് പറയാ.
ഷിവ് ഫുഡ് കഴിക്കി, ചപ്പാത്തി കഴിക്കി. ആ അത് ഷിവ് ഇരിക്കാത്തപ്പോഴല്ലേ അമ്മ പറഞ്ഞത് ഇരിക്കി ഷിവു എന്ന് പറഞ്ഞതല്ലേ. പിണങ്ങിയാ? അതിനാണ് ഇപ്പൊ പിണങ്ങണ? ഇന്നലെ ഒരു 5 മണിക്ക് ഉണ്ടായ സംഭവത്തിന് പോണോ അമ്മ? അമ്മ ഇറങ്ങി പോട്ടെ എങ്ങടെങ്കിലും പോവാട്ടമ്മ. ഞാൻ അമ്മനെ വിളിക്കില്ലല്ലോ. ചിരിച്ചേ, നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ പിന്നെ രാവിലെ തന്നെ. ഹാപ്പി അല്ലേ? ചേച്ചിമാരും ചേട്ടന്മാരും കൂടെ വണ്ടിയിൽ പോവാൻ പോലെ ഹാപ്പി ആണോ? ചേച്ചിന് ഇഷ്ടപ്പെട്ടാ? ആ ചേച്ചിയോട് പറഞ്ഞു നമ്മുടെ വീഡിയോസ് കാണാൻ കേട്ടാ. ആ ശിവന് ചപ്പാത്തി ഇഷ്ടല്ലേ? പല്ല് തേച്ചോ ശിവു? പല്ല് തേച്ചാ? പല്ല് തേച്ചാ? പറയേ, ശരിക്കും പറയും. നിങ്ങളിപ്പോൾ എന്താ ചെയ്തത് ഇവിടെ ഇരിക്കണേക്കാളും മുമ്പ്? പല്ല് തേച്ചു, മുഖം കഴുകി, ഫുഡ് കഴിക്കാനിരുന്നു. കഴിക്കാം. ലഞ്ച് ബോക്സ് സെറ്റ് ആക്കണോ അമ്മ? അതമ്മ റെഡിയാക്കാം. എൻ്റെ അമ്മ കഴിച്ചോട്ടാ. അതെ കാണിക്കാം. അമ്മ സെറ്റാക്കി കഴിഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ട് കാണിക്കാം കേട്ടാ. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ അമ്മേരുടെ അടുത്ത്? എൻ്റെ മോനെ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയാമെന്ന് ആർക്കും അറിയില്ല. ഒന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ശിവു. എന്തത് ഉറക്കം വരുന്നുണ്ടോ? സാറില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പിന്നെ സ്വീറ്റ് കോണും കുറച്ച് കെച്ചപ്പും ആക്കിയിട്ടുണ്ട് കേട്ടോ. ശിവു നല്ല വാശിയിലാണ്. അപ്പോൾ ശിവുവിന് ഞാൻ വാരി കൊടുക്കാൻ പോവാണ്. അല്ലേ ശിവു? നോ. ഓക്കെ ഗൈസ്, അപ്പം ഒന്ന് നേരം എടുത്തു. നമ്മുടെ ശിവു ഇതേ സെറ്റായിട്ടിരിക്കുന്നു. എൻ്റെ മുഖം കണ്ടില്ലേ? ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് പണ്ടാരടങ്ങിയിരിക്കുന്നത് ഗൈസ്. നിന്നെ ആക്കിയിട്ട് അച്ഛൻ ഒന്നോട് വന്നുറങ്ങും. അച്ഛൻ നല്ല എടുക്കാൻ പറഞ്ഞ ഷൂ ട്രാവലറിലല്ലേ വരുന്നത്? ട്രാവലർ ട്രാവലർ. ഇന്ന് പഠിക്കോ പോയിട്ട്? നന്നായി പഠിക്കോ? അപ്പൊ അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് യുവർ നെയിം? My name is Kushivasi. ഇപ്പൊ നമുക്ക് എന്നിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ. നല്ല ഉറക്കായിരുന്നു അല്ലേ? ഇല്ല, പിന്നെ ഇങ്ങനെ അറിയാണ്ടിരുന്നേ. ശിവു ബായ്. ബാഗ് വേണോ? ആ തരാം. അതെ മെല്ലെ കൈ പിടിച്ച. നീ കൈ പിടിച്ചിട്ടൊന്നല്ല വീഴാൻ പോയി. നീ അമർത്തി പിടിച്ച. വീഴുമ്പോ കാണാം. എടുത്തോടാ. കുട്ടിയായി ശിവ, വലിയ പെണ്ണായി. പോരും. എന്താ ശിവൻ്റെ വീഡിയോസ് കണ്ടിട്ടല്ലേ ചേച്ചിമാർ സംസാരിക്കാൻ വന്നത്? പുടുക്കത്തെ ജാട. അയ്യേ, ട്രാവലറുള്ള ചേച്ചിമാർ മാത്രമാണോ ഇഷ്ടം? അത് ശരി, ഇപ്പം അങ്ങനെയല്ലേ? ചേച്ചിമാർ ഇപ്പം ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് നീങ്ങുമ്പോഴാണ് ഉണ്ടാവുക. എന്ത് ജൂണില് ഈ സമയത്തൊക്കെ എന്ത് മഴയാവണമെന്നറിയോ? ആ അല്ലേ, മഴ ഉണ്ടാവേണ്ടതാ. ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പക്കായ ഉപ്പേരിയാണ് കേട്ടോ. അതിപ്പോൾ എനിക്കായാലും കുട്ടൂനായാലും ഇഷ്ടമാണ് കൈപ്പയ്ക്ക. അതും പിന്നെ ഈ സൈഡിൽ രസമായോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോറ് ഇതിലേക്ക് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താ പറയുക, ജലദോഷം പിടിച്ച കാരണം ഇങ്ങനെ വലിച്ച് ഇങ്ങനെ സംസാരിക്കണത്. ശിവനൊക്കെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
ഈ പുകയും ഓൾറെഡി ജലദോഷം വന്ന പോലെ ഒരു അവസ്ഥ, തുമ്മാൻ വരിക. അപ്പം എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ ഉപ്പിലിട്ടല്ലേ, കുക്കുംബറും ക്യാരറ്റും കൂടി ഉപ്പിലിട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ കൂട്ടി കഴിക്കാം. അയ്യോ വേണ്ടാവുള്ളൂ. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ ഞാൻ നല്ല പണിയിലാണ് കേട്ടോ. കുറേ അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശിവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സമയം കുറേ എങ്ങാനും ഇനി നമ്മളവിടെ എത്തിയിട്ട് ഇനി ലേറ്റ് ആവേണ്ട വെച്ചിട്ട് നമ്മളത് വേഗം നടക്കുകയാണ്. നമ്മുടെ ഈ കമൻറ്റ് ബോക്സ് ഓഫ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് വേറെ വീഡിയോസിൽ വന്നിട്ടാണ് കമൻറ്റ് ചെയ്യണത്, എന്താ കമൻറ്റ് ബോക്സ് ഓഫ് ആണല്ലോ എന്ന്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉണ്ട്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. കുട്ടികളെ കൂടുതൽ കാണിക്കുന്ന വീഡിയോസിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് എന്നാണോ ശിവ ഇന്നലെ 4:10 അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്നിപ്പോൾ അതിലും നേരത്തെ തോന്നുന്നു അറിയില്ല, നമുക്ക് നോക്കാം. ഇറങ്ങി വരണ ഇങ്ങനെ കാണണം ഗൈസ്. ആ ശരി, ആള് സൈഡ് സീറ്റിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. കാഴ്ചകളൊക്കെ കണ്ടിട്ടേ എന്തോ ഒരു വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. പറയാൻ പറ്റില്ല, കുട്ടി ഓടുന്നു. ഡാ അത് ശരി, അതും കൊണ്ട് എന്നിട്ട് പോര്. ശിവന് 2 വാട്ടർ ബോട്ടിലും കൈ പിടിച്ചെന്ന് ശിവോ. വെള്ളം കുടിച്ചാ, ഇന്ന് അൺബോക്സ് ചെയ്യും. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നോക്കി നോക്കട്ടെ. ശരിയൊക്കെ കുട്ടൊന്ന് ശിവനെടുത്തു വീഴണ്ടച്ചിട്ടാവൂലേ. ഇന്നലെ കണ്ട വീണിട്ട് കണ്ട ശിവന്റെ കാല് പൊട്ടിയത്. പിന്നെ ഞാൻ എടുക്കണ്ടീനതാ. അവൾക്ക് അറിയാടോ. ശിവന് ആരെ ക്ലാസ് എടുക്കാൻ വന്നേ? ശിവനെ കൊണ്ടുവന്ന വണ്ടിയിലേക്ക്. വണ്ടി ചേട്ടനാണോ? ശിവു വണ്ടി ഓടിക്കുന്ന ചേട്ടനാണോ വന്നത്? ചേട്ടന്റെ പേരെന്താ? ശിവ സാരില്ല. മണിച്ചേട്ടനാ അങ്ങനെ വിളിക്കണ്ട പോലെ ഡ്രൈവർ അങ്കിള്. ഓക്കെ വീടെത്താറായി. പഠിച്ച ഞാൻ ഈ പാട്ട് പഠിച്ചിട്ടുണ്ട്, അത് കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം അപ്പം തന്നാ ഇപ്പം ഇപ്പം പാടാം. ചക്കര തിന്നാൽ ചക്കര തന്നാ പിന്നെയും എൻ്റെ കുട്ടി ഒറ്റയടിക്ക് പഠിച്ചതാണ് കേട്ടോ. അത് ഇന്നലെ ഞങ്ങൾ പഠിക്കുമ്പോൾ പിന്നെ എൻ്റെ കുട്ടി പഠിക്കണ്ടേ. നീ ഇന്ന് തന്നതൊക്കെ ഇന്ന് പഠിക്കണം. ഞാൻ അതേ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോ എടാ. എൻ്റെ ഈ കയ്യിൽ 3 സാധനങ്ങളാണ് വെയിറ്റ് ഉണ്ട് മോനെ. പോടണം ഗൈസ്. അപ്പോൾ നമ്മൾ ശിവുവിൻ്റെ ബാഗിൽ അവൾ എല്ലാം കഴിച്ചോ, പിന്നെ മറന്നു വെച്ച വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നോന്നൊക്കെ നോക്കാം. നോക്കി നോക്കിയാൽ കുട്ടുക എന്താ അവസ്ഥ. അതുണ്ടാവും, അതിനൊരു കുറവുണ്ടാവില്ലല്ലോ. എന്തോരം ചെത്തി ചെത്തി പെൻസിൽ അത്രയൊക്കെയാ. പുതിയ പെൻസില് നോക്ക്. അതല്ലടാ കൂട്ടോ ഇത്. മേഘം കണ്ടേ വെള്ളം ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കണട്ടോ ശിവ.
എൻ്റെ ഭഗവാനെ ഇതിങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് എന്തോ ആദി കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ബിസ്ക്കറ്റ് അതുപോലെ ശിവ കഴിച്ചില്ലേ? കഴിക്കണുണ്ട്. ആ വെച്ചിട്ടുണ്ടായിരുന്നു. ബദാമും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ടുണ്ട്. അത് കഴിക്കണതല്ല പോട്ടെ, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഇനി അതാണ് തുറക്കട്ടെ. നോക്കട്ടെ ശിവു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. 4 ചപ്പാത്തി ആക്കിണ്ടായിരുന്നു. ഇങ്ങനത്തെ കുഞ്ഞു ചപ്പാത്തികൾ 4 എണ്ണം ആക്കിണ്ടായിരുന്നു. ആ കഴിച്ചിട്ടുണ്ട്. ആ കുഴപ്പമില്ല. അത്ര കഴിച്ചിട്ടുണ്ടല്ലോ. മുറുക്ക മുരിക്കുന്നതിന് ടേസ്റ്റ് ഇല്ല. ഞാൻ നിന്നോട് രാവിലെ ചപ്പാത്തി കഴിച്ചോളം വന്നതല്ലേ. ഇനി നമുക്ക് ബൂസ്റ്റ് കുടിക്കാം ശിവു. ഇഷ്ടല്ലേ ഞാൻ ഉണ്ടാക്കാൻ ചപ്പാത്തി? നീ ചിക്കൻ മേടിച്ചോ? നീ ചപ്പാത്തി ഉണ്ടാക്കൂ? സീരിയസ്ലി? വട്ടം വേണം, കറക്റ്റ് ഷേപ്പിൽ കിട്ടണം കേട്ടാ. ശിവ ചെരുപ്പൂര്. അയ്യോ മൂക്ക് ജലദോഷം വന്നു. പിന്നെ മൂക്കിന്റെ അവസ്ഥ ഭയങ്കര. നോക്കിക്കേ. ആ വെള്ളം കുപ്പി കിട്ടി. മറന്നു വെക്കന്നെ. താര ശിവും ഒരുപോലെ മറന്നു വെച്ചിട്ടുണ്ട്. താരയുടെ ഹെയർ ബാൻഡും മറന്നു വെച്ചിട്ട് പോന്നെ. നോക്കട്ടെ. ഇന്നലെ മിസ് പറഞ്ഞിട്ടില്ല. റാണി ശിവ ഇതെന്താ വായിക്കാ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇങ്ങനെ മടക്കാൻ പാടില്ല കേട്ടാ. അച്ഛനൊക്കെ ചെറുപ്പത്തിലേ ഇങ്ങനെ മടങ്ങിയതൊക്കെ ശരിയാക്കി തരുവഴി ഇരുന്ന് ശരിയാക്കണ കാണാം. അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ശരിയാക്കണേ എന്ന് വിചാരിക്കാം. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാലിപ്പം പാടാം, ചക്കര തന്നാ ഇനിയിപ്പോൾ അതായി കാര്യം. ശിവ ഡ്രസ് മാറിയാൽ ചായ കുടിക്കാം. ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്, അത് കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്. അവളെ ആക്ഷൻ കാട്ടി പാടും, അത് രസം. അപ്പം തന്നാൽ അപ്പം തന്നാ പിന്നെയും പാടാം. അപ്പം തന്നാൽ ഇപ്പം പാടാം. അപ്പം തന്നാ ഇപ്പം പാടാം. ചക്കര തന്നാൽ പിന്നെയും പാടാം. കുറച്ചുകൂടി ചക്കര തന്നാൽ. ശിവ എന്താ പണി? അയ്യേ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ നാണം മറക്കണ്. ശിവ എന്താ ചെയ്യണ്ടായിരുന്നേ? ഒരു ടീഷർട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അലക്കണ് ശിവു. അറിയോ ഇനി എങ്ങനെ അറിയാം? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ആരെങ്കിലും ചെയ്യണ വീട്ടില് യന്ത്രങ്ങളല്ലേ പ്രവർത്തിക്കണം? അല്ല അമ്മ കഴുകണ കണ്ടിട്ടില്ല പൊന്നോ? അമ്മ കഴുകുന്നില്ല, അച്ഛനെ കഴുകുന്നില്ല. അത് ഉറച്ചുറച്ച് പണി തീർക്കൂ. ഇതെന്താ പൊറോട്ടയ്ക്ക് കുഴച്ചുറക്ക ഇങ്ങനെ അടിക്കാൻ എന്നാ കൈ വെക്കുക. തള പിത്തള തവളാറ്റി ചുക്കുമറിക്കട ചൂടാപ്പം പറയാൻ വന്നു. എനിക്ക് നല്ല തലവേദനയാണ് ഗായ്സ്. ഇനി ഈ ഭാഗം ടിങ് ടിങ് മതി കഴിഞ്ഞാ?
ഡിഷി പോവാ, എഴുതി പഠിക്കാണ്ടിട്ട് വന്ന കളിക്കാൻ നിൽക്കല്ലേ. അലക്കൽ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ചാണകി ഇടുന്നിട്ട് അവിടെ ഫ്രണ്ട് ഇടിക്കുന്ന പോലെ അച്ഛൻ സഹായിച്ച തന്നെ അത് സഹായിച്ചു തന്നെ. എങ്ങനെ സഹായിച്ച പറയും. ഇവിടെ എല്ലാം അവിടെ നോക്കി പറയും. ഇവിടെ നിൽക്കുമ്പോൾ പക്ഷെ സൂക്ഷിക്കണം, തേങ്ങ വീഴുമെന്ന്. അലക്കലിൻ്റെ അപ്പുറത്താണ് തേങ്ങ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാലേ തേങ്ങ വീഴുമ്പോൾ കാറ്റ് വീശി കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ വന്ന് വീഴില്ലേ. ഗൈസ്, അങ്ങനെ ഞാനും കുട്ടും കൂടി ടൗണിലേക്ക് ഒന്ന് പോയി ശിവുവിനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അമ്മയുടെ അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.